അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 22 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 22 ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് എന്നുള്ള ഏരിയ കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദി ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ കർവ് y ഈക്വൽ ടു മാക്സിമം ഓഫ് sin x cos x, cos x, lines x equal to 0, x equal to 3π/2 and x axis be a, then a plus a square is equal to. ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ y മാക്സിമം ഓഫ് sin x, cos x, sin x ഉം cos x ഉം നോക്കിയിട്ട് അതിൽ ഏതാണോ മാക്സിമം വരുന്നത് അപ്പൊ അത് സെലക്ട് ചെയ്യണം. അപ്പൊ അത് വെച്ചുണ്ടാവുന്ന ഗ്രാഫ്. പിന്നെ x ഈക്വൽ ടു 0 വെർട്ടിക്കൽ ലൈൻ, x ഈക്വൽ ടു 3π/2, പിന്നെ x ആക്സിസ്. ഇത് ബൗണ്ട് ചെയ്യുന്ന റീജിയന്റെ ഏരിയ ആണ് എ. അപ്പൊ നമുക്ക് ആ ഫിഗർ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തൽക്കാലം 2π വരെ വരക്കാം. π/2, π, 3π/2, 2π. sin x ഉം cos x ഉം വരക്കാം. sin x എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും? sin x 0 എന്ന് സ്റ്റാർട്ട് ചെയ്യും. π/2 എത്തുമ്പോൾ അത് 1 ആവും. പൈയിൽ എത്തുമ്പോൾ 0 ആവും. 3π/2 -1 ആവും. പിന്നെ 2πയിൽ അത് 0 ആവും. ഇനി അതേപോലെ കോസ് ആണെങ്കിലോ അത് 1 എന്ന് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ 0 ആയി, -1 ആയി, 3π/2 0 ആയി, 2πയിൽ എത്തുമ്പോഴേക്ക് -1 ആവും. ഇത് cos x ആണ്, ഇത് sin x ആണ്. ഇതിലെ മാക്സിമം നോക്കാൻ ഒന്ന് ജസ്റ്റ് ഇതിൽ ഏതാണ് മേലെ വരുന്നതെന്ന് നോക്കിയാൽ മതി. അതാണല്ലോ മാക്സിമം. അപ്പോ ഇവിടെ വരെ മേലെ വരുന്നത് cos x ആണ്. ഇവിടെ വരെ മേലെ വരുന്നത് cos x ആണ്. പിന്നെ അങ്ങോട്ട് കുറെ സമയത്തേക്ക് sin x ആണ് മേലെ. ഇവിടെ വരെ 3π/4 വരെ. π/4 ഇവർ തമ്മിൽ മീറ്റ് ചെയ്യുക. π/4 ആണല്ലോ ഇത് രണ്ട് ഈക്വൽ ആവുക. പിന്നെ ഇവിടെ ഈക്വൽ ആവും 3π/4. തേർഡ് ക്വാഡ്രന്റിൽ 3π/4 രണ്ടും നെഗറ്റീവ് -1/√2 ആവും. അവിടെ ഈക്വൽ ആവും. അവിടെ വരെ sin x ആണ് വലുത്. അത് കഴിഞ്ഞിട്ട് പിന്നെ cos x ആണ് വലുത്. നമുക്ക് x ഈക്വൽ ടു 3π/2 വരെ മതി. പിന്നെ x ഈക്വൽ ടു 0 ഇവിടുന്ന്. അപ്പൊ ഈ രണ്ട് ലൈനും പിന്നെ നമ്മൾ ഈ പറഞ്ഞ കേവും x ആക്സിസുമായിട്ട് ബൗണ്ട് ചെയ്യുന്ന ഏരിയ, ആ ഏരിയ ഏതാണെന്ന് ചോദിച്ചാൽ ഏരിയ ഇതാണ്. ഈ ഏരിയ ആണ് ചോദിച്ചത്. ഈ ഏരിയ എത്രയാന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ ഈ ഏരിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഓരോ ഇന്റർവെലിനിടയിലും പല പല ഗ്രാഫ്സിനിടയിലുള്ള ഏരിയ ആണ്. 0 മുതൽ π/4 വരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അത് cos x-ന്റെ അടിയിലുള്ള ഏരിയ ആണ്. 0 മുതൽ π/4 വരെ. π/4 കഴിഞ്ഞ് ഒരു π വരെ അത് എന്തിന്റെ അടിയിലുള്ള ഏരിയ ആണ്? sin x-ന്റെ അടിയിലുള്ള ഏരിയ ആണ്. പിന്നെ അത് π/4 കഴിഞ്ഞ് 3π/4 വരെയും sin x-ന്റെ അടിയിലുള്ള ഏരിയ ആണ്. പക്ഷെ അത് ഒരുമിച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് x ആക്സിസിന്റെ അടിയിലുള്ള ഏരിയ ആണ്. ആ ഇന്റഗ്രേഷൻ ഓപ്പറേറ്ററിന്റെ ഉള്ളിൽ ഇട്ട് കൊടുത്താൽ ഇവിടെ ആക്ച്വലി നെഗറ്റീവ് ആണ് കിട്ടുക. പക്ഷെ നമ്മൾ ആ ഏരിയ ആയിട്ടാണ് കൗണ്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇത് വേറെ തന്നെ എടുത്തിട്ട് ചെയ്യണം. അവിടെയും ഫംഗ്ഷൻ sin x ആണ്. ഇന്റഗ്രേറ്റ് ചെയ്താൽ നെഗറ്റീവ് ആണ് കിട്ടുക. പക്ഷെ നമുക്ക് ആ അബ്സല്യൂട്ട് ഏരിയ ആണ് കാണേണ്ടത്. അപ്പൊ അത് മോഡുലസ് ഇട്ട് വേറെ തന്നെ കാണേണ്ടി വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് 3π/4 മുതൽ 3π/2 വരെ ഈ മാക്സിമം ഓഫ് sin x cos x മാക്സിമം വരുന്നത് cos x ആണ് അല്ലെ? sin x പിന്നെ താഴെ പോയി. പിന്നെ മാക്സിമം വരുന്നത് cos x ആണ്. 3π/4 മുതൽ 3π/2 വരെ cos x-നെയും ഇന്റഗ്രേറ്റ് ചെയ്യണം. അതും ആ cos x താഴെയാണ്. അപ്പൊ ഇന്റഗ്രേഷൻ ചെയ്താൽ കിട്ടുന്ന വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. പക്ഷെ നമുക്ക് ഏരിയ ആണ് വേണ്ടത്. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് പോസിറ്റീവ് എടുക്കണം. അപ്പൊ നമ്മുടെ റിക്വയർഡ് ഏരിയ എന്തായിരിക്കും? റിക്വയർഡ് ഏരിയ വിൽ ബി ഈക്വൽ ടു, ആദ്യത്തെ ഇന്റഗ്രേഷൻ ചെയ്യേണ്ടത് ഫ്രം 0 to π/4. അവിടെ മാക്സിമം വരുന്നത് cos x ആണ്. cos x x ആക്സിന്റെ മേലെയാണ്. അപ്പൊ ജസ്റ്റ് cos x dx. അത് കഴിഞ്ഞിട്ട് π/4 മുതൽ π വരെ പിന്നെ sin x ആണ് മാക്സിമം. അപ്പൊ sin x നാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ടും sin x തന്നെയാണ് മാക്സിമം. പക്ഷെ sin x പിന്നെ താഴെ പോകുന്നു. അപ്പോൾ ഏരിയ ഇന്റഗ്രേഷൻ ചെയ്താൽ നെഗറ്റീവ് ആണ് കിട്ടുക. പക്ഷെ ഏരിയ കറസ്പോണ്ടിങ് പോസിറ്റീവ് ആയിട്ട് കൗണ്ട് ചെയ്യണം. അപ്പൊ അവിടെ ഇന്റഗ്രേറ്റ് ചെയ്താൽ നെഗറ്റീവ് ആണ് കിട്ടുക. അപ്പൊ അത് ഏരിയ പോസിറ്റീവ് ആയിട്ട് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ മോഡുലസ് ഇട്ട് കൊടുക്കുന്നു. π to 3π/4 sin x-നെ തന്നെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. അടുത്തത് പിന്നെ cos x ആണ് മേലെ വരാൻ പോകുന്നത്. അപ്പൊ നമ്മൾ cos x-നെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. പക്ഷെ അത് ഏരിയ താഴെയാണ്. അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്താൽ നെഗറ്റീവ് ആണ് കിട്ടുക. നമുക്ക് അതിന്റെ ഏരിയ വേണം. അപ്പൊ അതിന്റെ മോഡുലസ് എടുക്കുന്നു. അവിടെ ഇന്റഗ്രേറ്റ് ചെയ്ത് കിട്ടുന്നത് എന്തോ അതിന്റെ മോഡുലസ്. ഇതെന്താണ്? sin x.
ഫ്രം 0 to π/4. അടുത്തതോ മൈനസ് കോസ് എക്സ് ഫ്രം π/4 to π. അടുത്തത് മോഡുലസ് ഓഫ് മൈനസ് കോസ് എക്സ് ഫ്രം π to 3π/4. അടുത്തത് മോഡുലസ് ഓഫ് സൈൻ എക്സ് ഫ്രം 3π/4 to 3π/2. ഓക്കെ, ഇത് 1/√2. അടുത്തതോ, അടുത്തത് നെഗറ്റീവ് പുറത്തെടുത്താൽ കോസ് π -1 പിന്നെ കോസ് ഓഫ് π/4 -1/√2. അടുത്തത് മോഡുലസ്, ആ നെഗറ്റീവ് പുറത്തെടുക്കുന്നു, അത് പിന്നെ മോഡുലസിന്റെ ഉള്ളിലുമാണ്. കോസ് ഓഫ് 3π/4 എന്താവും? -1/√2. കോസ് ഓഫ് π -1, അപ്പൊ മൈനസ് ഓഫ് -1. പിന്നെ മോഡുലസ് സൈൻ ഓഫ് 3π/2, അത് -1 -1/√2. അപ്പൊ 1/√2 +1 +1/√2. ഇവിടെ 1 - 1/√2. അടുത്തതില് മോഡുലസ് ഓഫ് -1 + 1/√2 ആണ്. അത് നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ ഇത് രണ്ടും ക്യാൻസൽ ആയി. 2 + 1/√2 അത് നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് പോസിറ്റീവ് 1 - 1/√2 ആണ്. അപ്പൊ ഇതും ക്യാൻസൽ ആയി 3 കിട്ടും. a = 3 ആണ് കിട്ടുക. a = 3 ആണെങ്കിൽ പിന്നെ നമുക്ക് കാണാനുള്ളതാണ് a² + a 12. ആ ഇന്റഗ്രേഷൻ ശ്രദ്ധിക്കണം. കുറച്ച് ഏരിയ താഴെ പോകുന്നു, ഏതാണ് മിനിമം വരുന്നത്, ഏതാണ് മാക്സിമം വരുന്നതൊക്കെ, ഏതൊക്കെ ലിമിറ്റിന്റെ ഉള്ളിൽ. അപ്പൊ താഴെ പോകുന്നതിന് ഏരിയ ഇന്റഗ്രേഷൻ എന്നാൽ നെഗറ്റീവ് ആയിരിക്കും കിട്ടുക. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് ഏരിയ പക്ഷേ പോസിറ്റീവ് കിട്ടണം. അപ്പൊ മോഡുലസ് ഇടേണ്ടി വരും. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. a + a² കിട്ടാൻ പോകുന്നത് 12 ആണ് ആൻസർ.